ബീഹാർ തെരഞ്ഞെടുപ്പ് കാലത്താണ് രാഹുൽ ഗാന്ധി വലിയ ഹൈഡ്രജൻ ബോംബുമായി രംഗത്തിറങ്ങിയത്. പക്ഷേ ബീഹാറിൽ പൊട്ടിയില്ല. പൊട്ടിയത് കോൺഗ്രസ് ആണ്. പൊട്ടിയതിനിടയിൽ തന്നെ 6 സീറ്റുകൾ ലഭിക്കുന്നു. ആ 6 സീറ്റുകളുടെ MLA മാർ കൂടി BJP പാളയത്തിലേക്ക് NDAയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണല്ലോ. ഇത്ര ഗതികെട്ട അവസ്ഥയിലാണോ കോൺഗ്രസ്? ഉത്തരേന്ത്യയിൽ പൊതുവെ കോൺഗ്രസ് ഗതികെട്ട അവസ്ഥയിലാണ്. വളരെ ഗതികെട്ട അവസ്ഥ. കാരണം ബീഹാറിലെ ഈ ടൈമല്ല, കഴിഞ്ഞ ടൈമിന് 195 സീറ്റ് കൊടുത്തു. അവർ ജയിച്ചത് വളരെ തുച്ഛമായ സീറ്റാണ്. 9 സീറ്റായിട്ട് ജയിച്ചിട്ടുള്ളൂ. ഇപ്രാവശ്യം 65 സീറ്റ് കൊടുത്തു. 5 6 ജയിച്ചു. 59 അടുത്ത് തോറ്റുപോയി. അപ്പോൾ JDUവിന് ലാലു പ്രസാദ് യാദവിൻ്റെ ജനതാദൾ RJDക്ക് ബോധ്യമായി ഈ കക്ഷിയുമായിട്ട് മുന്നോട്ട് പോകുകയാണ് എങ്കിൽ RJDൻ്റെ വാട്ടർലൂ ആണെന്ന് മനസ്സിലാവും. ഈ AICCയുടെ നേതാവും പ്രതിപക്ഷ നേതാവും ഒക്കെയായ രാഹുൽജി അവിടെ ചെന്നെന്താ, കുളത്തിലിറങ്ങി മീൻപിടുത്തം, പുതിയ ന്യൂജൻ പ്രവർത്തന രീതികൾ അവിടെ ആവിഷ്കരിച്ചു. പക്ഷേ ബീഹാർ ജനത തള്ളിക്കളഞ്ഞു. ഏതോ ഒരു നടിയുടെ പേരിൽ വോട്ട് ചേർത്തു ഹരിയാനയിലെന്ന് പറഞ്ഞ്, വോട്ട് ചോരി എന്ന് പറഞ്ഞ് മുദ്രാവാക്യവുമായിട്ട് നീണ്ട 22 ദിവസത്തെ പദയാത്ര അവിടെ നടത്തി. ക്യാ പ്രയോജനം? ഒരു പ്രയോജനം അവിടെ ഉണ്ടായിട്ടില്ല. അത് AICCയുടെ എന്താണോ എന്തോ, AICCയുടെ നേതാക്കൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഈ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് നിരന്തര പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന കിലോമീറ്ററുകളോളം യാത്ര നടത്തിയ ആ പ്രദേശത്ത് 0 സീറ്റിലേക്കാണ് ബീഹാർ പോകുന്നത്. അദ്ദേഹം ഏതൊക്കെ മണ്ഡലങ്ങളിൽ പോയിട്ടുണ്ട്? അദ്ദേഹം ആദ്യം ബീഹാർ കോൺഗ്രസ് കമ്മിറ്റി, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൊടുത്ത മണ്ഡലം വഴിയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. BJPക്ക് ശക്തിയുക്തം RJDക്കും സ്വാധീനമുള്ള സ്ഥലങ്ങൾ ടച്ച് ചെയ്തിട്ടില്ല. കോൺഗ്രസ്സിന് എവിടെ ജയിക്കാമെന്ന് പറഞ്ഞ് സംഗീത് പത്ര പോലുള്ള അവരുടെ IT ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിലെ പുതിയ പ്രചാരക് മണ്ഡലങ്ങൾ വേർതിരിച്ച് ആ മണ്ഡലങ്ങളിൽ കൂടി മാത്രമേ ഇദ്ദേഹം യാത്ര ചെയ്തുള്ളൂ. ആ മണ്ഡലത്തിലാണ് കുളത്തിലിറങ്ങി മീൻ പിടിച്ചതും, ആറ്റിലിറങ്ങി തവളയെ പിടിച്ചതും, കായലിലിറങ്ങി മുങ്ങിയതും, ബരാലിനെയൊക്കെ പിടിച്ചു. പക്ഷേ കയ്യിൽ നിന്ന് കിട്ടിയില്ല, പോയി. അപ്പോൾ അങ്ങനെ പല നാടകങ്ങളും നടത്തിയിട്ടും ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതെന്ന് കുറച്ച് സീറ്റ് ജയിക്കുവാൻ കഴിഞ്ഞുള്ളൂ, 6 സീറ്റ്. അതിൽ 6 പേരും ഇപ്പം RJDയിലേക്ക് പോയിരിക്കുന്നു. JDUവിൽ ജനതാദൾ അദ്ദേഹത്തിൻ്റെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലേക്ക് പോയി. അത് നിതീഷ് കുമാർ വളരെ ബുദ്ധിമാനാണ്. നിതീഷ് കുമാർ ഇനി അവിടുത്തെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഈ 6 പേരും കൂടി ചേരുകയാണെങ്കിൽ ഏറ്റവും വലിയ കക്ഷിയാവും. ഇപ്പോൾ BJPക്ക് 89 സീറ്റേ ഉള്ളൂ. RJD വിചാരിക്കുന്നത് BJPക്കാലും മുന്നിൽ നിൽക്കണം. അപ്പോൾ എന്തൊക്കെയാണോ ഈ 6 MLA-മാരുടെ ഡിമാൻഡുകൾ നിതീഷ് കുമാർജി അംഗീകരിക്കാൻ തയ്യാറായി. അപ്പോഴേ, കാരണം 1 2 പോയ കൂറുമാറ്റ നിരോധന നിയമം വരും. ഇത് ആ പാർലമെൻ്ററി പാർട്ടി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ 6 MLA-മാരും JDUയിലേക്ക് പോവുകയാണ്. അപ്പോൾ JDUവിന് 91 സീറ്റ് വർദ്ധിക്കുന്നു. BJPക്ക് 89 ഉള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷി JDU നിതീഷ് കുമാർ മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിട്ട് മാറും. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് വിലപേശൽ നടക്കും. ഇതാണ് നിതീഷ് എന്ന് പറഞ്ഞാൽ, ഏത് കേന്ദ്ര ഗവൺമെൻറ് വന്നാലും നിതീഷിന് ബീഹാറിൽ മുഖ്യമന്ത്രിയായിരിക്കും. ഇതാണ് ഇപ്പോഴും കേരളത്തിലെ ചിലരുടെ എല്ലാം ധാരണ. രാഹുൽ ഗാന്ധി അങ്ങ് ഉത്തരേന്ത്യയിൽ വലിയ ജനകീയ നേതാവാണ്. അദ്ദേഹം ഹൈഡ്രജൻ ബോംബുമായി ഇറങ്ങി ബീഹാറിൽ വലിയ വിജയം ഉണ്ടാകുമെന്നെല്ലാം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതൊന്നുമല്ല. അദ്ദേഹത്തിന് വലിയ ഇമേജ് ഉത്തരേന്ത്യയിൽ ഇല്ല. അദ്ദേഹം മുന്നിലിറങ്ങിയാൽ പരാജയം ഉറപ്പാണല്ലേ കോൺഗ്രസിന്? ആണ്, ഇമ്പോസിബിൾ. അദ്ദേഹം ഇറങ്ങിയ കോൺഗ്രസിന് ഉള്ള വോട്ടുകൂടി പോകും. അദ്ദേഹത്തിന് കഴിവുണ്ട്, കെൽപ്പുണ്ട് എങ്കിൽ ഈ 65 സീറ്റ് കൊടുത്തിടത്ത് മിനിമം ഒരു 35 സീറ്റിലെങ്കിലും ജയിക്കണ്ടേ? എത്ര സീറ്റ് നഷ്ടമാക്കിയത്? അപ്പോൾ അത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ബീഹാർ മാത്രമല്ല, ഉത്തർപ്രദേശ് ആയാലും മധ്യപ്രദേശ് ആയാലും ഗുജറാത്ത് ആയാലും രാജസ്ഥാനായാലും, രാജസ്ഥാനിൽ എന്താ അവർ അവകാശപ്പെട്ടത്? വീണ്ടും സച്ചിൻ പൈലറ്റിൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവരെ
പറഞ്ഞത് വീണ്ടും രാജസ്ഥാനിൽ അധികാരത്തിൽ വരുമെന്ന്. അതിനുള്ള സർവേ അവരവിടെ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഡെവലപ്മെൻ്റ് അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ വന്നിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്ന അത് വേദവാക്യമായിട്ട് എടുക്കുന്ന ചില ഉത്തരേന്ത്യൻ ഗോസായി കോൺഗ്രസ് നേതാക്കളുണ്ട്. കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെയോ സോണിയ മാഡത്തിനെതിരെയോ മിണ്ടുകയാണ് എങ്കിൽ അയാളെ കാണുകയില്ല. ഇപ്പോൾ ഉദാഹരണം തന്നെ നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നോക്കാം. AICCയുടെ മണിശങ്കർ അയ്യർ, കാശ്മീരിൽ നിന്നുള്ള ആ ന്യൂനപക്ഷ നേതാവ്, അദ്ദേഹം, അതുപോലെ കേരളത്തിൻ്റെ പല നേതാക്കൾ, കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ശിവകുമാർ DK, ഇവരെല്ലാം പോയിട്ടും അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല സോണിയ മാഡത്തിനെ ഒന്ന് മുഖം ദർശിക്കുവാൻ. പക്ഷേ ശബരിമല കൊള്ളക്കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ നേരിട്ട് നമ്പർ ജനപദത്തിനകത്ത് അനുവാദം കൊടുത്തിരിക്കുന്നു. ചില കേരള നേതാക്കൾ കൂടെ പോയി. എന്തൊരു വിരോധാഭാസം, പാർട്ടിയുടെ ഗതികേടെ. അപ്പോൾ അത് പലരും പറഞ്ഞിട്ടുണ്ട്. മണിശങ്കർ അയ്യർ വ്യക്തമായിട്ട്, ആനന്ദ് ശർമ്മ, ഇങ്ങനെയുള്ള തുടങ്ങിയ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഗുലാം നബി ആസാദ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കൊരവസരം പോലും കാണുവാനോ പരാതി പറയാനോ അവരുടെ കൺസിഡറേഷൻ ലെറ്റർ സ്വീകരിക്കുവാനോ തയ്യാറാകുന്നില്ല വർക്കിംഗ് കമ്മിറ്റിയിലുള്ളവർ. ഇവിടെ ശശി തരൂർ പോലും ഇടയ്ക്കൊരിക്കൽ പറയുകയുണ്ടായി ഒരു ഇംഗ്ലീഷ് ചാനലിന്. അദ്ദേഹം ചെന്ന് കുറേ നേരം പുറത്തു നിൽക്കേണ്ടി വന്നു. വലിയ വിശ്വപൗരനും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറലായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പോലും നേരെ കാണുവാൻ പറ്റാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പം ഉത്തരേന്ത്യയിൽ മകൻ എന്ത് ചെയ്യുന്ന കോമാളിത്തരത്തിനും മാഡവും സഹോദരിയും എല്ലാം കൂട്ടു നിൽക്കുന്നു. അളിയൻ ഉത്തർപ്രദേശ് പിടിക്കാനായി സഹോദരി വരുമെന്നാണ് പറയുന്നത്. എവിടെ വരാൻ? അതൊക്കെ വെറും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മിഥ്യ. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ, പണ്ഡിറ്റിനെ വിളിക്കൂ, ജനങ്ങളെ പണ്ഡിതരാക്കൂ. ഇതൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തെ മുദ്രാവാക്യം. ആവോ ഭാരത് ബനാവോ, വരുവിൻ പുതിയ ഭാരതത്തെ കെട്ടിപ്പടുക്കാം. എവിടെ ഈ മുദ്രാവാക്യങ്ങൾ എപ്പോഴും? മോർവിയിലെ, ഗുജറാത്തിലെ മോർവി, ഗരീബി ഘട്ടാവോ, ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റും. ദാരിദ്ര്യമായിരുന്നു. അമേരിക്കയിൽ നിന്ന് പാൽപ്പൊടിയും റവയും ഗോതമ്പും ഒക്കെ ഇവിടെ കോൺഗ്രസ് 60ാമത്തെ വർഷവും ഇതാണ് പറഞ്ഞ ദാരിദ്ര്യം മാറ്റും. ഇപ്പൊ അവർ പറഞ്ഞ മുദ്രാവാക്യം ഇവിടെ പ്രാവർത്തികമാക്കിയത് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഭാരതത്തിന്റെ മുഖച്ഛായ മാറ്റും അവരുടെ. എനിക്ക് തോന്നുന്നു അതോടുകൂടി തന്നെ ഈ മുദ്രാവാക്യം അവസാനിച്ചു. അതെ അതെ, നരേന്ദ്രമോദി വന്നതോടുകൂടി. ഇപ്പൊ തിരുവനന്തപുരത്ത് വരുമ്പോൾ നമ്മളൊക്കെ ചെറുതിൽ പഠിക്കുന്ന കാലഘട്ടം 80, 80, 79, 80, 81, 82 കാലഘട്ടമൊക്കെ എയർപോർട്ടിൽ ഇറങ്ങിയ ആ ശംഖുമുഖത്തെ ടേണിംഗ് ഉണ്ടല്ലോ, കാർഗോ കോംപ്ലക്സ് മുതൽ ഏകദേശം സെൻട്രൽ സ്റ്റേഡിയം വരെ 2 സൈഡിലും ഇന്ദിരാഗാന്ധിയെ കാണാൻ ആൾക്കാരാണ്. ഇന്ന് തിരിച്ചു മാറില്ലേ നരേന്ദ്രമോദിജി? തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വരുമ്പോൾ ആ വിശ്വ നേതാവിനെ കാണുവാൻ, ലോകാരാധ്യനായ നേതാവിനെ കാണുവാൻ 2 സൈഡിലും ആളാണ്. തിരിച്ചു വന്നല്ലോ. കേരളത്ത് ഒന്നും നടക്കൂല, വിലപ്പോവില്ല, ഇത് കേരളമെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കാണിച്ചു കൊടുത്തില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ, അവർ ഭാരതത്തെ, പുതിയൊരു ഭാരതം സൃഷ്ടിക്കുന്നത്, വിശ്വ ഗുരുസ്ഥാനത്ത് ഭാരതം എത്തി നിൽക്കുന്നു. ഏത് മേഖലയിലും ഭാരതം മുൻപന്തിയിൽ നിൽക്കുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശക്തമായ ക്യാബിനറ്റാണ്. ഈ 13 വർഷം കൊണ്ട് കോൺഗ്രസ് തപ്പയാണ് ഒരു അഴിമതി കണ്ടുപിടിക്കുക. കേന്ദ്ര ക്യാബിനറ്റിൽ, മോഡിജിയുടെ ക്യാബിനറ്റിൽ നിന്ന് ആരെയും കിട്ടുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ അവർ പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ പിടിച്ചു നിൽക്കാം. കേരളത്തിൽ അവർ പറയുന്ന ഉദ്ദേശിച്ചാൽ കിട്ടൂല. കേരളത്തിന് ഒരു ശബരിമല ശാസ്താവിനെ വെച്ച് വോട്ട് പിടിക്കാവുന്നവർക്ക് മോഹമുണ്ട്. ഒരിക്കലും നടക്കൂല. കേരളം തൂക്ക് സഭ തന്നെ വരും. ബീഹാറിൻ്റെ അവസ്ഥ തന്നെ കേരളത്തിൽ. ജയിക്കുന്നവർ ചിലപ്പോൾ കൂടി NDAയുടെ കൂടെ പോയി മുന്നണി സംവിധാനത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയതായി. ഇവരെല്ലാം ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് കോൺഗ്രസിൻ്റെ മുഖത്ത് ഭയങ്കര മുഖപ്രസാദമാണ്. അവർ വിചാരിക്കുന്ന ഒരു കോർപ്പറേഷൻ്റെയോ ത്രിതല തിരഞ്ഞെടുപ്പിൻ്റെ വിജയമാണ്. ജനം കേരളത്തിൻ്റെ വികസന ഡെവലപ്മെൻറ്റിന് വേണ്ടി ജനം തയ്യാറാണ്. പക്ഷേ ബീഹാറിലെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ വാട്ടർ ലോ, കോൺഗ്രസിന് നിലംപരിശാക്കിക്കൊണ്ട് JDU BJP സഖ്യം വന്നിരിക്കുന്നു. ഇനി ആരവിടെ പ്രതിപക്ഷം?
പ്രതിപക്ഷം ഇല്ലല്ലോ, 3-2 ഭൂരിപക്ഷത്തിൽ ജനതാദൾ JDU സഖ്യം നിതീഷ് അവിടെ ഭരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള BJPയുടെ ഇപ്പോഴത്തെ പുതിയ അധ്യക്ഷൻ തന്നെ ബീഹാറുകാരനാണ്, 45 വയസ്സായ ചെറുപ്പക്കാരൻ. ബീഹാറിലേക്ക് അവിടെ കൊണ്ടുവന്നത് ഈ യുവ നേതാവാണ്. യുവമോർച്ചയുടെ ദേശീയ പ്രസിഡൻ്റായിരിക്കുമ്പം നമുക്കെല്ലാം അറിയാം, തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം അന്ന് യുവമോർച്ചയുടെ പ്രവർത്തനത്തിലുണ്ടായിരുന്നപ്പോഴാണ്. നല്ല വിഷനുള്ളത്, സൈലൻറ്റ് കില്ലർ എന്നാണ് പറയുന്നത്. ഇലക്ഷൻ സമയത്ത് സൈലൻ്റായിട്ട് പ്രവർത്തിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ വിജയ തിലകം ചാർത്തുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. കോൺഗ്രസ്സിൽ ഒരു 2ാം നേതൃത്വ നിരയെടുക്കുവാൻ കേന്ദ്രത്തിലുണ്ട്. അവിടെ എന്തെങ്കിലും ഉപദേശം ചെയ്തു കൊടുക്കണം നമ്മുടെ അവിടെ നിന്ന് KC-യാണ്. KC-ക്ക് സ്വന്തം സംസ്ഥാനമായ കേരളത്തിലെ മണ്ണ് തന്നെ ഒലിച്ചു പോവുകയാണ്. KC ഇവിടെ കളിക്കുന്ന രാഷ്ട്രീയം തന്ത്രപരമായ രാഷ്ട്രീയമാണ്. ഇവിടെ ഗ്രൂപ്പുകൾ തമ്മിൽ അടുപ്പിച്ചിട്ട് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായിട്ട് CM ആകുവാൻ മോഹിച്ച് നിൽക്കുന്ന ഒരു ആളാണ് AICC-യിൽ ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്രെഡിബിലിറ്റിയുള്ള ജനങ്ങളെ മുമ്പ് പ്രദർശിപ്പിക്കേണ്ട ഒരു ദേശീയ നേതാക്കൾ ഇന്ന് കോൺഗ്രസ് ഇല്ല. അതാണ് കോൺഗ്രസിൻ്റെ പതനത്തിന് കാരണം. ആരും എതിർവായ്ക്ക് തിരുവാ ഇല്ലെന്ന് പറഞ്ഞ പോലെ ഒരു കോൺഗ്രസ് നേതാവ് അങ്ങോട്ട് ചോദിക്കുവാൻ, പലതും ചോദ്യം ചോദിക്കുവാൻ മടിക്കുന്നു. അദ്ദേഹം കോൺഗ്രസ്സിൽ കാണുകയില്ല. ഇനി കൂടി മറിഞ്ഞ 1-2 സൗത്ത് ഇന്ത്യയിൽ 1-2 സ്റ്റേറ്റിൽ, കർണാടകം, കേരളം പോലുള്ള സ്റ്റേറ്റിലല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ അത് അധപ്പതനമാണ്. കാരണം 84 അടൽ ബിഹാരി വാജ്പേയിയെ പാർലമെൻറ്റിൽ അപമാനിച്ച പാർട്ടിയാണ്. അന്ന് 2 പാർട്ടിയെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളെ കുടുംബാസൂത്രണ പാർട്ടി എന്ന് പറഞ്ഞു. അന്ന് വാജ്പേയിയുടെ സരസമായ പ്രസംഗമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 20-25 വർഷം കഴിയുമ്പം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്, ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ ആശയം ഏകാത്മ മാനവവാദ ദർശനത്തിലൂന്നിയ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. ഉത്തരേന്ത്യൻ ജനത സ്വീകരിച്ചു, ദക്ഷിണേന്ത്യൻ ജനതയും സ്വീകരിച്ചിരിക്കുന്നു. അതാണ് അമിത്ഷാ പറഞ്ഞത്. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടും അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പിൽ ബംഗാളും പുതുച്ചേരിയും ആസാമും BJP ഭരിക്കുമെന്ന് ഉറപ്പായിട്ടും ഇവിടെ തിരുവനന്തപുരത്ത് അമിത്ഷാജി വന്നപ്പം പത്രത്തിൻ്റെ ആൾക്കാർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, 5 സ്റ്റേറ്റിൽ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുകയാണല്ലോ മാർച്ചിലെന്ന് പറഞ്ഞപ്പം 4 സ്റ്റേറ്റ് ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. കേരളമെന്ന് കേട്ടപ്പോൾ, കേരളമെന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു കേരളത്തിലും BJPയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വരും. അപ്പോൾ BJPയുടെ ചാണക്യ തന്ത്രം അമിത്ഷാ ഉപയോഗിക്കും കേരളത്തിൽ. ബീഹാർ പോലെ തച്ച് തരിപ്പണമാകും കേരളത്തിലും കോൺഗ്രസ്. ഇതാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവസ്ഥ. എന്തൊക്കെ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളെ ദ്രോഹിച്ചോ കാലം കോൺഗ്രസിന് കൊടുത്ത കാവ്യനീതിയാണെന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.